കലോത്സവം തേക്കിൻകാട് മൈതാനിയിൽ അങ്ങനെ പൊടി പൊടിക്കുകയാണ്. അതേസമയം കുറച്ച് ആളുകൾ അവിടെ വേറെ ചില പരിപാടികളിലാണ്. അവർ എന്തു തന്നെ നടന്നാലും ഇവർക്ക് കുലുക്കമുണ്ടാവില്ല. എന്തിനേറെ തൃശ്ശൂർ പൂരം നടന്നപ്പോഴും അവരവരുടെ വിനോദവുമായി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്കതൊന്ന് കാണാം. ഞങ്ങൾ സ്ഥിരമായി കളിക്കുന്നതാണ്. ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 13 വർഷം കഴിഞ്ഞു. തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ പോലും ചെസ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെസ്സാണ് പൂരം. അതാണ് പ്രശ്നം. അറിയാം നമുക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. എന്തത് ഇവിടെ കുറെ എന്തിനാ പഠിക്കണേ? ഒരു കാര്യമില്ല. ചെസ്സിനകത്ത് തന്നെ നല്ല പ്ലേയേഴ്സ് വരുന്നൊരു സ്ഥലമാണ്. നമ്മുടെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നിഹാൽ സരീൻ എന്ന് പറയുന്ന ആളുടെ ആദ്യ കോച്ചാണ് ഇരിക്കുന്നത്. ഈ ദിവസം എന്ന് പറയുന്നത് ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് ആളുകൾ എത്താത്തത്. സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ ഇവിടെ എല്ലാവരും കൂടെ വന്നോണ്ടിരിക്കും. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വടക്കുന്നാഥ ചെസ് ക്ലബിന്റെ സ്ഥിരമായിട്ട് വരുന്നവർ തന്നെയാണ്. ആളുകളൊക്കെ കാണാൻ നിൽക്കില്ലേ? ഒരുപാട് പേര്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് ആൾ വളരെ കുറയാതിരിക്കുന്നത്. അല്ലെങ്കിൽ 30 പേര് കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവും. തൃശ്ശൂർ ജില്ലയിൽ ഒരു 10 സ്കൂളിൽ ആയിട്ട് അങ്ങനെ സ്ഥിരം ഓരോ വർഷവും ഒരു 1000-1500 കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. കലോത്സവം കണ്ടിട്ട് എങ്ങനെയുണ്ട്? കലോത്സവം തുടങ്ങിയല്ലേ ഉള്ളൂ. ഈ ഒരു കാലത്തെ ആളുകളുടെ ഒരു വലിയ ഉത്സവമല്ലേ, അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യില്ല. കലോത്സവം നമ്മൾ മിസ് ചെയ്തുകൊണ്ടുള്ള പരിപാടിയില്ല. Pani pa sa ni re